സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അയൽരാജ്യമായ മാലിദ്വീപിന് കരുത്തായി ഇന്ത്യയുടെ വൻ സാമ്പത്തിക സഹായം. സാർക്ക് കറൻസി സ്വാപ്പ് ഫ്രെയിംവർക്ക് പ്രകാരം 3000 കോടി രൂപ പിൻവലിക്കാൻ ഇന്ത്യ അനുമതി നൽകിയതായി മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു. മാലിദ്വീപിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ നിർണായക പങ്കാണ് ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. 2024-27 കാലയളവിലെ സാർക്ക് കറൻസി സ്വാപ്പ് കരാറിന്റെ INR സ്വാപ്പ് വിൻഡോ പ്രകാരമാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യ സന്ദർശിച്ച വേളയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മാലിദ്വീപ് മോണിറ്ററി അതോറിറ്റിയും തമ്മിൽ ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യം മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കുവാൻ ഈ തുക സഹായിക്കുമെന്ന് മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ സഹായത്തിന് അനുമതി ലഭിച്ച അതേ ദിവസം തന്നെ 2024 ഒക്ടോബറിൽ ഇന്ത്യയിൽ നിന്ന് കൈപ്പറ്റിയ $400 ദശലക്ഷം സാമ്പത്തിക സഹായം മാലിദ്വീപ് തിരിച്ചടച്ചു. തങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ കൃത്യമായി നിറവേറ്റുന്നതിൽ മാലിദ്വീപ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ഈ തിരിച്ചടവ് സൂചിപ്പിക്കുന്നത്. 2012 സാർക്ക് സ്വാപ്സ് ഫ്രെയിംവർക്ക് ആരംഭിച്ചത് മുതൽ ഇതുവരെ ഏകദേശം $1.1 ബില്യൺ സാമ്പത്തിക പിന്തുണ ഇന്ത്യ മാലിദ്വീപിന് നൽകിയിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മാലിദ്വീപിനെ സഹായിക്കുവാൻ ആദ്യമെത്തുന്നത് ഇന്ത്യയാണെന്ന് ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് നയത്തിന്റെയും മിഷൻ മഹാസാഗർ പദ്ധതിയുടെയും ഭാഗമാണ് ഈ നീക്കം. വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുവാനും വാണിജ്യപരമായ കടമെടുപ്പുകളെ മാത്രം ആശ്രയിക്കാതെ സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും ഈ 3000 കോടി രൂപയുടെ സഹായം മാലിദ്വീപിനെ സഹായിക്കും. ഇന്ത്യയുടെ ഈ തുടർച്ചയായ പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ തെളിവാണെന്ന് മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു.